ഹായ് ഓൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മറൈൻ ഡ്രൈവാണ്. മറൈൻ ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ചിലവുകളില്ലാണ്ട് നമുക്ക് വീക്കെൻഡുകൾ സ്പെൻഡ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിലെ സ്ട്രെസ്സിൽ നിന്ന് ഫ്രീ ആയിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനും കുറച്ചൊന്ന് ഫ്രണ്ട്സിനൊപ്പം കുറച്ചൊന്ന് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പം ഞാനിന്നിവിടെ വന്നത് എനിക്ക് വേറെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. എനിക്കൊരു ഫോൺ കേസ് വേണമായിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ഇവിടെ ഒരുപാട് ഈ മൊബൈൽ ചാർജസുകളും അതുപോലെ തന്നെ ഫോണിൻ്റെ അത്യാവശ്യം വേണ്ട അക്സസറീസും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിലേക്കാണ് വന്നത്. ലാസ്റ്റ് ടൈം ഞങ്ങളിവിടെ വന്നപ്പം ഞാനിവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഭയങ്കര നീറ്റല്ലാത്ത കിടക്കുന്നത്. അപ്പം നമ്മളതുകൊണ്ട് അവിടെ അധികം നേരം നിന്നില്ല. മറൈൻ ഡ്രൈവിൽ എത്തിയപ്പോൾ തന്നെ ഒരു 12-12:30 ആയി. പിന്നെ എൻ്റെ മൊബൈൽ ഷോപ്പിൽ കയറി കുറേ സമയം ഞാൻ കളഞ്ഞു. അതിനുശേഷം ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നല്ല ദാഹവും ഉണ്ടായിരുന്നു. പിന്നെ ഉച്ച സമയം ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങി കുടിക്കണം, നാരങ്ങ വെള്ളമോ എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടെ നടക്കുവാണ്. കുറച്ച് നേരം മറൈൻ ഡ്രൈവിൻ്റെ അതുവഴിക്ക് നടന്നിട്ട് നമ്മൾ അടുത്ത ഷോപ്പിൽ കയറി. ഭയങ്കര ദാഹമായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും 2 നാരങ്ങ വെള്ളം പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടും താമസിപ്പിക്കാണ്ട് തന്നെ ചേട്ടൻ നമുക്ക് നാരങ്ങ വെള്ളം കൊടുത്തിരുന്നു. ഭയങ്കര ദാഹവും പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ശരിക്കും സ്വർഗം കിട്ടിയ അവസ്ഥയായിരുന്നു നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ. എന്നിട്ടും ദാഹം മാറാഞ്ഞിട്ട് ഒരു നാരങ്ങ വെള്ളവും പിന്നെ ഒരു ഫ്രൂട്ട് സലാഡും കൂടെ നമ്മൾ ഓർഡർ ചെയ്തു. ആദ്യം ഫ്രൂട്ട് സലാഡ് ഒന്നിച്ചെടുത്ത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വരെ ചെറിയും അതിനകത്ത് ക്യാഷ്നട്ടുള്ള അവിടെ ചേർത്ത് അതും കഴിക്കുന്നുണ്ട്. ഫ്രൂട്ട് സലാഡും നാരങ്ങ വെള്ളമൊക്കെ തീർത്തിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മറൈൻ ഡ്രൈവിന് സൈഡിൽ തന്നെ ഒരുപാട് ഹൗസ് ബോട്ടും ഷിപ്പും ക്രൂയിസൊക്കെ കിടപ്പുണ്ട്. പക്ഷേ നമ്മളെന്തായാലും ഇപ്രാവശ്യം അതൊന്നും ട്രൈ ചെയ്യുന്നില്ല. നമ്മൾ എന്തായാലും വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. മറൈൻ ഡ്രൈവിൻ്റെ എൻട്രൻസിൽ കുറേ ഷോപ്സ് ഇങ്ങനെ അടുപ്പിച്ചടിപ്പിച്ചിരിപ്പുണ്ട്. ഈ കുലുക്കി സർബത്ത, ഉപ്പിലിട്ടതും ഷേക്കൊക്കെ ആണ് ഇവരുടെ മെയിൻ ഐറ്റംസ്. നമ്മളിവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നെന്തായാലും നമ്മൾ അതൊന്നും ട്രൈ ചെയ്യുന്നില്ല. നമ്മൾ നേരെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള പ്ലാനിലാണ്. പിന്നെ നടന്ന് മുമ്പോട്ടേക്ക് ചെല്ലുമ്പോൾ കുറേ ബേക്കറി ഷോപ്പുകളും കാണാം കേട്ടോ. ഒരുപാട് ബേക്കറി ഐറ്റംസ്. നമ്മളെന്തായാലും ഓട്ടോ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടി. ഓട്ടോ ചേട്ടൻ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇനി ഇത്രയൊക്കെ ഗൈസ്. ടാറ്റാ.